ഓഡിയൻസിനും വളരെയധികം ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കളക്ഷൻ വൈസ് ഇതൊരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ വളരെ രീതിയിൽ നെറേറ്റീവ് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്, ഓഡിയൻസിനെ ഹുക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കങ്ങനെ ഇപ്പം എനിക്കൊന്ന് ഓൾമോസ്റ്റ് 3 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ 2:40 ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ജിത്ത് ജോസഫിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ എഴുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ക്ലൈമാക്സ് വാവ് ഫാക്ടർ പ്രതീക്ഷിച്ച് പോകാതെ ആ സിനിമ എന്താണോ നമ്മളിൽ കൂടെ ആ ഇമോഷണൽ എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് അതിലങ്ങ് പോയാൽ നമുക്ക് ആ ഒരു ജേർണി ഭയങ്കര സാറ്റിസ്ഫൈ. ഈ ഒരു ദിവസം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ള ഒരു ട്രീറ്റ് ആയിരിക്കും. എനിക്കൊന്നൊരു ഒരുപാട് നാൾ തിയേറ്ററിൽ ഓടും എന്ന് തോന്നുന്നു. ഇപ്പോൾ മുമ്പിൽ അങ്ങനെ കുറച്ച് സിനിമകൾ ഇല്ലാത്ത ഒരു 1 മന്ത് ഒരു സുഖകരമായ ഒരു റൺ ഉണ്ടാവും എന്ന് തോന്നുന്നു. പ്രതീക്ഷയ്ക്കത്ര ഒത്ത ആ ഒരു ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഫസ്റ്റും സെക്കൻഡും തന്നെയാണ് തേർഡിനേക്കാളും മികച്ചതെന്ന് ഞാൻ പറയുള്ളൂ. തേർഡ് കുറേ ഒരു ആക്ഷൻ സിനിമ പോലെ ഒരു ആക്ഷൻ സിനിമയിലെ ജോർജ് കുട്ടി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും ഒരു സിനിമ എന്ന നിലയിൽ തിയേറ്ററിൽ വന്ന് വിത്ത് ഫാമിലി കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരും അവരുടെ നാച്ചുറൽ അഭിനയം തന്നെ, ആരും മോശമായിട്ടില്ല. പിന്നെ കലാഭവൻ സാജൻ ഇതിനകത്ത് വീണ്ടും ഒരു തീപ്പൊരി പെർഫോമൻസ് കൊണ്ടുവന്നിട്ടുണ്ട്.